ബ്രോ പറഞ്ഞു 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 നമസ്കാരം. നമസ്കാരം. നമ്മള് പുതിയൊരു വാറിന് റൂൾ കൊണ്ടുവരിക. നമ്മൾക്ക് ഈ റേജ് ആവാണ്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം നമസ്കാരത്തിലങ്ങ് തുടങ്ങി. പിന്നെ ആ കോൺവെർസേഷൻ നമുക്ക് ടോക്സിസിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ നമ്മള് കണ്ടുപിടിച്ച പുതിയൊരു അപ്പൊ നമ്മൾ തമ്മിലൊരു സിറ്റുവേഷൻ ഉണ്ടായി. പ്രീവർ നമ്മൾ ഡൗൺ ആയി. അപ്പൊ നമ്മള് ഇന്ന് നാളത്തേക്ക് വാറ് വിളിക്കാൻ പറ്റുമോ? നാളത്തേക്ക് ഇന്നത്തേക്ക് എന്ത് പറയണോടാ? എല്ലാരും ഇന്ന് ഇത്രയും ടൈം ആയില്ലടാ സ്നൈപ്പേ. അല്ലടാ ഇന്നത്തേക്ക് മതിയടാ. 2 മണി വരെ ഉണ്ടല്ലോ. 2 മണി വരെ ഉണ്ടല്ലോ. ശരിയാണ്. അപ്പൊ എടാ നാളെ ആകുമ്പോ മറ്റേ നമ്മളെ വണ്ടിയും വരും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അനുസരിച്ച് തീരുമാനിക്കേ. ഇന്ന് അടിക്കണമെന്നുണ്ടോ? നാളത്തേക്ക് മാറ്റണോ? ഇല്ല യുവമാർക്ക് വേണ്ടിയാണ് നമ്മൾ കത്തിക്കാനൊക്കെ വിട്ടിട്ട് യുവമാര് മറ്റേ ഇങ്ങനെ ഇരുന്നില്ല. ഒരു അതല്ലടാ ഇങ്ങനെ ഡെയിലി അങ്ങോട്ട് വാർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണ്ടല്ലോ. തീർക്കുന്നെങ്കിൽ തീർക്കാം. ആൾക്കാരുണ്ടല്ലോ എല്ലാരും. കലിപ്പായിട്ട് നമ്മള് പ്രീവാറിൽ അടിച്ചല്ലോ. അല്ലെ നാളെ നാളെ നമ്മള് വരുമ്പോഴും ഇവന്മാരെന്തേലും ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നല്ലൊരു അഭിപ്രായം. ചന്ദ്രന്റെ ആരും ഞാൻ യോജിക്കുന്നു. ചന്ദ്രൻ പറഞ്ഞു വാറ് വേണ്ടാന്ന്. നല്ലൊരു ആശയമാണത്. only 4 members allowed in meeting area. ഒരാൾ മാറിക്കോ. അകത്തോട്ട് കയറിയില്ല. ഇല്ല നാളത്തേക്കാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ആക്കേണ്ടി വരും. അല്ല ഇന്ന് അടിക്കുന്നെങ്കിൽ നമുക്ക് അടിക്കാം. ഇനി ഡെയിലി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ വയ്യ. അതുകൊണ്ടാ, വേറെ ഒന്നല്ല. ഓക്കെ നമ്മള് 15 മിനിറ്റ് വാറ് വിളിക്കാം. 15 മിനിറ്റ്. ഓക്കെ 15 മിനിറ്റ് വാറ് വിളിക്കോടാ. എന്റെ മാർക്കുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത്. അവിടുന്ന് വരുന്നത് മറ്റേ നമ്മുടെ മലയിലോട്ട് വരുന്നത്. നമ്മുടെ ആ മറ്റേ ഇതിലോട്ട് വരുന്നത്. മറ്റേ മണ്ട നിന്ന് അടിക്കാൻ പറ്റുന്നില്ലേ? അതൊന്നും ചെയ്യാലടാ. അതൊന്നും ചെയ്യാലോ. അമ്മരൊന്നും ചെയ്യത്തില്ല. എനിക്ക് മറ്റേ എന്താടാ ഞാൻ നിന്റെ ശത്രുവാണോടാ? എന്നെ കണ്ടിട്ട് VNV ആയിട്ട് തോന്നിയോ നിനക്ക്? അതെ റേഡിയോ പിങ് ആർക്കെങ്കിലും കാണാത്ത റെഡി അടിക്കുമ്പോ ഇടയ്ക്ക് ബെറ്റർ ഗ്രാഫിക്സ് അങ്ങനൊന്നും ഇല്ല. അണ്ണ അടിച്ചോക്ക് വന്നില്ലേ? എനിക്ക് തോന്നണ ശരി വെള്ള കളറിൽ അടിച്ചില്ലേ? ആ മലയിൽ കയറി നമ്മൾ ഇഴുകി വീഴുവേ. ഇതൊരുമാതിരി വൃത്തിയുടെ മല കേട്ടാ. അവരെ വീട്ടിക്കോ. കണ്ണു പറഞ്ഞു എടാ അവന്മാര് ഇവിടെ കൊണ്ടൊന്ന് കുത്തുകയെന്നില്ല. നോക്കണേ നമ്മൾ ലെഫ്റ്റില് ഒരു വണ്ടി പോയി. ഇവിടെ താഴോട്ടൊരു വണ്ടി പോയായിരുന്നല്ലോ. ആണോ? അതെ റൈറ്റ് വണ്ടി. നമ്മുടെ മല തന്നെ പോകും. നമ്മുടെ ആരും തന്നെ പോകും. അവിടെ ഇറങ്ങല്ലേ? ഈ വണ്ടി വെച്ച് തിരിച്ച് ആലോചിച്ച് വേണം ആ മലയിൽ പോകുമ്പോ ഇറങ്ങാൻ പറ്റില്ല. താഴത്തോട്ട് ഇറങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ അത് എനിക്കറിയായിരുന്നത്. ഒന്നുകൂടി ഇതുപോലെ ഇത് അടുത്തവൻ ഇറങ്ങും വീഴും. വീട് മരിച്ചോടാ. അത് എടാ ഒറ്റയ്ക്ക് പോയി ടയർ പൊട്ടിക്കരുതോ.
എടാ നമുക്ക് ഇവിടെ കുത്തി ഇമ്മാനെ അടിച്ചാലോ? അടിയെ ഹൈ ഗ്രൗണ്ട് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ചെയ്യുക. നമുക്ക് ഇവിടെ എല്ലാരും മേളിൽ ഇറങ്ങിയടാ. ഇതൊക്കെ എന്റെ ഒരു അളവല്ലേ? അടി വന്നു എന്താ? ഇതൊക്കെ നമ്മുടെ ഒരു അടവല്ലേ ഇതൊക്കെ? പിങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഈ കാട്ടിനകത്ത്. നീല ഞാൻ സംഭവം കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നുമില്ലടാ, അവിടെ നിന്നാലും അവർക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങോട്ട് കയറി കയറി വരുമെന്നല്ലാതൊന്നും ഇല്ല. നീ ഇപ്പൊ ചത്തുപോയ വില്ലുവനെ? ഇല്ല, ഞാൻ എക്സ് അടിച്ചിരിക്കുകയാണ്. അടുത്തത് ഇവിടുന്ന് തന്നെ എടുക്കും. കാരണം നമ്മൾ ഈ എനിക്കറിയരുത്, ഞാൻ ആദ്യമേ എക്സ് അടിച്ചിരിക്കുക. ഇല്ലില്ല, അതുപോലെ പോയി. മരുവാണി ഇങ്ങോട്ട് വരും, നമ്മളെ തന്നെ അങ്ങോട്ട് വേണം. നമ്മുടെ ടയർ ഡ്യൂട്ടി ചെയ്തോണ്ടാണ് കേട്ടെ. ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചോട്ടെ ഒരു മിനിറ്റ്. നമുക്കാണ് അടി കിട്ടണേ. എല്ലാവരെയും കൊണ്ട് അവിടെ കൊണ്ട് എന്താണ് ഇറങ്ങി വരാത്ത പോ. ഹലോ ഹലോ നമ്മള് ചത്തുപോയടാ. നമ്മള് ഊമ്പി നമുക്കൊരു ബാക്കപ്പ് വേണം, നമുക്കൊരു ബാക്കപ്പ് വേണം, നമുക്കൊരു ബാക്കപ്പ് വേണം. പിങ്ങിട്ടെ 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 പിങ്ങിട്ടെ. അവിടെ കൊണ്ടുപോകേ എടാ വീട് ബാക്കപ്പ് ഇല്ല കുറച്ചില്ല ബാബാ. ഇല്ല, അവര് പോയി മാർക്കോട്ടോ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് 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 ലെഫ്റ്റ് ടണൽ സൈഡിലേക്കോ ടണൽ സൈഡിലേക്കോ നേരെ എന്റെ പറയുന്നോ നേരെ എന്റെ പറയുന്നോ നേരെ എന്റെ പറയുന്നേ അല്ലെ എന്നെ ഒന്ന് കവർ ചെയ്യട്ടാ. പോടാ ടയറില്ലാത്തവരെ ടയറില്ലാത്തവരെ ഫ്രണ്ടിൽ പോ, ടയറില്ലാത്തവരെ ഫ്രണ്ടിൽ പോ. പറഞ്ഞത് ടയറില്ല ഈസിയാ. അഥവാ നമ്മുടെ ഇഷ്ടം പോയ എല്ലാം പാണ്ടി തട്ടി വിടാമേ കുറച്ച്. അയ്യോ എടാ റൈറ്റ് സൈഡ് ഒരുമിച്ച് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ റിപ്പയർ ഉണ്ട്. വാ 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 എടാ നോക്ക്, എന്റെ മാർക്ക് നോക്ക്, റൈറ്റ് സൈഡിൽ റിപ്പയർ ഉണ്ട്. ഈസി കേട്ടാ, അങ്ങോട്ട് അങ്ങ് പോയാൽ മതി. വരുന്നില്ല നീല വരുന്നില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല അത് കുഴപ്പമില്ല. ഇതൊന്നും പൊട്ടില്ല. വരുമ്പോ പറയാം എനിക്ക് മേളിൽ ആർമർ ഇപ്പൊ അടിച്ചാളെ ഒന്നിലും തട്ടാ ഞാൻ തമ്പുരാനെ പോലെ കൊണ്ടുവന്നു നിന്നെ. തൊടുമ്പോ 10 HP ഇറങ്ങണം. തൃശ്ശൂര് രാജാവാണ്. ഞാൻ വേറെ സൈഡ് നോക്കുവായിരുന്നോ നിങ്ങൾ? ഇതൊക്കെ ഇട്ടോ പോയാ നീ ചാവിട്ടാ. റിപ്പയർ ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും ഇപ്പൊ അല്ലേ? എല്ലാം റിപ്പയർ ആയില്ലേ? എല്ലാം റിപ്പയർ ആയില്ലടാ. എടാ ഒരു അടി കിട്ടിയായിരുന്നു, ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് പോടാ. അടിച്ചായിരുന്നു ആർക്ക്? എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. മൊബൈലിലെ കുറുകിക്കൊണ്ടിരുന്ന് റീലും കണ്ടിരിക്കുമ്പോ ഒന്നും അറിയത്തില്ല, കേറാത്തോ ഞെക്കി വിടാത്ത എന്തോ ഭാഗ്യം കേട്ടാ. ഞാൻ നോക്കി 2 മൊറവും പിടിച്ച് താഴെ ഇരിക്കണം. അതിന്റെ താഴെ അടി കിട്ടിയവരൊക്കെ റിഫ്രഷ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെയും 10 HP ഇറങ്ങി. ഇങ്ങനെയാടാ നോക്കണേ. പിന്നെ ഇറങ്ങി പിന്നെ 10 ഒറ്റടിയില് 10 HP ഇറങ്ങി. എനിക്ക് മടുത്ത്, ഞാൻ ഇനി അടിക്കുന്നില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ടാണ് ബാക്ക്. ഒയ്യോ വെള്ളമില്ല അണ്ണ, വെള്ളം ഉണ്ടോ? വെള്ളം ഇല്ല. 120 അണ്ണ വെള്ളം താ, എന്റെ ഫുഡ് ഉണ്ട്, വെള്ളം ഇല്ല. കിട്ടിയോ? ഇല്ല വണ്ടിയിൽ നിന്ന് ഗീവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ തരാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ എന്താ കത്തിയേ? അത് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് മാർക്കിട്ടടാ. എടാ നമ്മള് നേരത്തെ വന്നത് നമ്മളെ സെയിം അല്ല, നമ്മുടെ മല. അമര ടയർ പൊട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അമര ഏത് റിപ്പയറിലിട്ടായിരിക്കും? കോള് പറയണം, നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് കോള് പറയണം. ഈ ടയർ പൊട്ടിച്ചായിരുന്നു.
എടാ 2 വണ്ടി ടയർ അടിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നടാ റിപ്പയർ ചെയ്യുമ്പോഴേക്ക് വണ്ടി നീല വിശ്വസിച്ചില്ല ഒരു പച്ച നീല കളർ അല്ലേ ഇതെന്താ കളർ ഇപ്പൊ ഇത് രാവിലെ ആയോ ഇപ്പൊ? ഓ എനിക്ക് മഞ്ഞ കളറായി കൊറേ എനിക്ക് ഫ്ലൂറസെന്റ് ആയി ഇതിന്റെ സ്ക്രീന്. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ബാക്കിൽ ഇല്ലല്ല ഞങ്ങള് കുറച്ച് ബാക്കിൽ ഞങ്ങള് പിങ് ഒക്കെ വരുന്നുണ്ടോ അതിന്റെ? നമുക്ക് അവസരം തന്നെ തിരിച്ചു പോണം. കാരണം നമ്മുടെ നീ വണ്ടിക്കകത്തുനിന്നേ ഈ കീ എല്ലാം ഒന്ന് പറക്കി മാറ്റാവോ? 15 ഉണ്ട് അതൊന്നും എടുക്കാം. ഒരു 1000 കീ എടുത്ത് അതിനകത്ത് ഇട്ട് അതങ്ങനെ തറയിലോട്ട് ഇതാക്കാൻ. ഞാൻ ഇറങ്ങേണ്ട വരും വണ്ടി. നമ്മള് പബ്ജി കയറിയോടാ. ഇത് മറ്റേ ഓ രാവിലെ ബെറ്റർ രാവിലെ അയ്യോ ഇതിടണ്ട ഈ ഫുൾ മറ്റേ ഇതാ ഒന്നിന് മറ്റേ ഇതിടാ എനിക്ക് ഡിഫോൾട്ട് സെറ്റ്. അയ്യോ ഒന്നും കാണുന്നില്ല. ബെറ്റർ ഗ്രാഫിക്സ് സെറ്റോ ഇപ്പൊ സെറ്റായി. നമ്മുടെ ആൾക്കാരെ കൊണ്ട് പോയി നാണക്കേടാവോ റെഡി ചോദിച്ചാ? നമ്മൾ ഒറ്റയ്ക്കായേ. ഹലോ മാർക്ക് ചെയ്താടാ നടന്നിട്ടുണ്ട്. നീ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കണത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയ T/FPS അടിക്കണം, ഡ്രൈവ് ചെയ്യണം. ഇവിടെ നേരത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ ഇടഞ്ഞ കൊമ്പനാ ഇടഞ്ഞ കൊമ്പനാ. ഞാൻ ബെറ്റർ ഗ്രാഫിക്സ് നോട്ടെ. നമുക്കിത് കോൺഫിഡൻസ് ഇല്ല. ഈ മലയെ കൊണ്ട് ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് തിരിച്ചു കയറാൻ പറ്റുമെന്ന് പേടിയായി വണ്ടി. അതാ ഈ മേളത്തെ മലയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണിയാവും ഉറപ്പാണ്. വീണിയാന്നല്ലേ ഇവിടെ വണ്ടി പോവല്ലേ ഇവിടെ തന്നെ നിക്കടാ മാറല്ലേ. എടാ ഇവര് റിപ്പയർ ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടുണ്ടാ അവിടെ. അത് ഈ വണ്ടി ഏതാണ്? നമ്മുടെ വണ്ടിയാണോ? എടാ എനിക്ക് ഈ ദൂരത്തുള്ള ബ്ലർ മാറ്റുന്നത് എങ്ങനെയാടാ വില്ലുമോനെ? മറ്റേ ഗ്രാഫിക്സില് പോസ്റ്റ് എഫക്ട്സ് ഉണ്ടാവും, അത് നോർമൽ ആക്കിയാൽ മതി. പോസ്റ്റ് എഫക്ട്സ് വെരി ഹൈ. പോസ്റ്റ് എഫക്ട്സ് നോർമൽ ആക്കിയാൽ മതി. പോസ്റ്റ് എഫക്ട്സ് കിടിലോടാ വില്ലുമോനെ നീ. അല്ല മാറിയാ ആ പറഞ്ഞ അണ്ണാ പറഞ്ഞ പുതിയ ചാനലിൽ പോയണ്ണാ. ഞാൻ എന്ത് ചെയ്യാനാണ് മറ്റേ പരിപാടി കഴിഞ്ഞ് ബന്ധമില്ലാത്ത ഏതെങ്കിലും തങ്കപ്പന്റെ അണ്ടിയായിട്ട് gmail.com എന്ന് പറഞ്ഞൊരു മെയിൽ ഞാൻ മറ്റേ ന്യൂ ഇയറിന്റെ മറ്റേ പരിപാടിയും കഴിഞ്ഞ് മറ്റേ ഊബർ ബുക്ക് ചെയ്ത് മറ്റേ വണ്ടിയിലങ്ങ് കയറുമ്പോ വൈറ്റ് സ്റ്റുഡിയോ ഒന്ന് എടുത്ത് നോക്കാം. പൈസ നീ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നിന്റെ മെയിൽ ഐ ഡി എല്ലാം നിന്റെ പഴയ മെയിൽ ഐ ഡി ആയിട്ടെല്ലാം സിമിലാരിറ്റി ഉണ്ടാവും, റിസംബ്ലൻസ് ഉണ്ടാവും. അതാ പറഞ്ഞ അങ്ങനത്തെ ഒന്നും അല്ലാതെ തങ്കപ്പന്റെ അണ്ടിയായിട്ട് gmail.com എന്ന് പറഞ്ഞ എല്ലാം ഒരു ജിമെയിൽ ഉണ്ടാക്കിയിട്ട് പറ്റിയേ. പിന്നെ ആ ഗൂഗിൾ ഐ ഡി ഉണ്ടല്ലോ അത് ഡിസേബിൾ ആയി മെയില്. യൂട്യൂബ് എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റൂല. അണ്ണെന്ന് വിചാരിച്ചു യൂട്യൂബിന്റെ സിഇഒന്റെ ഒരാളെ എടുത്തരാന്ന് പറഞ്ഞ ഞാൻ റീഫ്രഷ് എല്ലാവരും നമുക്ക് പതുക്കെ അടിച്ചാൽ മതി. മേലോട്ട് പോയ വണ്ടി നോക്കിയായിരുന്നോടാ? നമ്മുടെ ഈ മല നോക്കണം, നമ്മുടെ ഈ മല നോക്കണോടാ. നമുക്ക് നമ്മുടെ താഴത്തെ മല പോവാം. നമ്മളെ രണ്ടുപേരും വീണ് താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി. നിനക്ക് കണ്ണ് കാണുന്നില്ലേ? ഇതല്ല ഇതേ താഴെ 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 കണ്ടാ ഒരു വണ്ടിയുടെ ടയർ ഫുള്ള് പോയതേ കാണാമല്ലോ.
ഈ കല്ലെ കുത്തി കുത്തറ, ഈ കല്ലെ കുത്തി അവിടെ കുത്തി അടിച്ചു, അവിടെ കുത്തി അടിച്ചു, ഞാൻ തരാം സപ്പോർട്ട് തരാം. എല്ലാ വണ്ടി പോലെ മല വിടല മല വിടത്തില്ല, നിങ്ങൾ അടിച്ചു അടിച്ചു. ബാക്കിന്റെ ടയർ പിടിച്ചോളാം, ഇതിന്റെ ടയർ പിടിച്ചോളാം ആ കുത്തി വണ്ടികള്. എന്തൊക്കെ ഉണ്ടായ അമ്മാരാ റിഡ്ജിൽ വൺ വേ എടുത്താ ഇല്ലല്ലോ, വണ്ടി എടുത്തു ഒരു സീനില്ല ഇവിടെ ഒരു വണ്ടി കുത്തിയടാ, ഇവിടെ ഒരു വണ്ടി കുത്തി അടിച്ചു, ഇവിടെ ഒരു വണ്ടി കുത്തി മാർക്ക് എടുത്ത് അടിച്ചു. കുത്തി അടിച്ചോളാ, ആ വണ്ടി കുത്തി അടിയടാ. എല്ലാത്തിനും പൊട്ടിക്കും ടയർ ഈ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് പൊട്ടിയിരിക്കും. മല നോക്കിയാണേ നമ്മുടെ ഒരാള് മല നോക്കിക്കോണം കേട്ടോ. മല അതാരങ്ങോട്ട് പോയത് പോയില്ലടാ, ടയർ പൊട്ടിക്കുന്നില്ല. ഇല്ല സേഫാ വെടിവെക്കറിയില്ലാട്ടാ മണ്ടറാ എനിക്ക് തോന്നല്ലോ അവര് മല കുത്താൻ നോക്കുന്നു തോന്നല്ലോ. അത് മനസ്സിലായി, പക്ഷെ അവര് പാനിക്കാൻ ഈ മല ഒരാൾ നിക്കൂടാ, ഈ മല നിന്ന് നമ്മളതൊന്ന് സേഫ് ആക്കി വെച്ചാൽ അടി കിട്ടിയായിരുന്നാ ബാക്കി ഇത്രയും പേര് അറിഞ്ഞൂടാ. കേറ് മല മല കൊണ്ടുപോകുന്ന റൈറ്റ് ഇല്ല അമ്മ കുത്തറ മല കുത്തുന്നത് അവനെ അടിച്ചത്. ഈ വണ്ടി പുറകിൽ വണ്ടി ഈ മാർക്ക് നോക്ക്, ഇവനെ അടിച്ചോളാം. ടയർ അത്ര ഓപ്പൺ ആരാ ഇറങ്ങി താഴടി ഞാൻ മലയിലടി മലയില് ബാക്കിത്തെ മലയില് നമ്മടെ പെട്രോൾ ഇവിടെ നമുക്ക് ഇല്ലടാ അമ്മാരോട് കളിച്ചോട്ടെ. എനിക്ക് ഇവന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കളിക്കാം. അവിടെ മേളിൽ ഇറങ്ങി എന്നാ മേലെ ഹൈ ആംഗിളിൽ ഇറങ്ങി നിൽക്കുവാണേ. ഹൈയിൽ ഇറങ്ങിയാടാ, ഹൈയിൽ നിന്ന് കളിക്കല്ലേ. എവിടെയും കൊണ്ട് കുത്താൻ അപ്പുറത്ത് കൊണ്ട് കുത്തിയേ ചില ഇവനെ നമുക്ക് അടിച്ചു നിൽക്കാം. അവര് പിള്ളേർ കളിച്ചോളൂടാ. താഴെ ഉണ്ട്, താഴെ നീ ചില്ല. നമുക്ക് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് കളിപ്പിക്കാം. ഈസി അടിച്ചോളാം. അടി ഗോകു അത് ചടിയടാ, ചട്ടി വെച്ച് അടിയടാ ഗോകു. ഗോകു അടി നമ്മുടെ കഴിഞ്ഞില്ലേ? അടിക്കല്ലേ, ആ കാറ്റി പോകുന്ന അടിക്കല്ലേ. മറ്റേനെ കൈ കിടിക്കട്ടാ, മറ്റേനെ കൈ കിടിക്കേ. നിമ്മാര് കൈ കടിക്കാൻ പോക്കോട്ടെ. ലാസ്റ്റ് കൈ കടിക്കാൻ പോകണോ? എടാ നമ്മുടെ ഈ മലയിലൊന്നും ആരും കളിക്കുന്നില്ലായിരുന്നു നേരത്തെ. ഞാൻ പറഞ്ഞില്ല മല കളിക്കുന്ന നേരത്തെ. നമ്മളെന്താ നമ്മളാൾക്കാരെ അടിക്കുന്ന മൊണ്ണകളെ. എടാ ഞാൻ പറഞ്ഞില്ല നേരത്തെ മല കളിക്കണം, നമ്മളത് മല കളിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനസ്സിലായോ, നമ്മൾ ഓൾറെഡി മല അയ്യോ മൊറമാമി മൊറൊക്കെ പിടിച്ച് നമ്മള് പെട്ടെന്നാ പറഞ്ഞത് ആദ്യം. എടാ ഞാൻ ഓൾറെഡി വിചാരിക്കുന്നത് എന്താ പറയുക, ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ടെന്നാ മനസ്സിലായോ. എല്ലാരും പിക്ക് എടുക്കാൻ പോണമെന്നില്ല ഒരു വാർ ജയിക്കാൻ, മനസ്സിലായോ. ലൈക്ക് ഗൺ പവറില് നല്ല ഇതുള്ള അവന്മാരെ ഇതിനകത്തങ്ങ് അടിക്കാൻ വിട്ടാ മതി. സത്യം പറഞ്ഞാൽ വില്ലുമോനെ പോലത്തെ ഒരു പ്ലെയറിനെ ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവൻ കുറച്ചുകൂടെ അടിക്കാനുള്ള ഇതാണ്. ഈ ഡിസ്ട്രാക്ഷൻ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യണം. ഇത് നമ്മുടെ ടീമിൽ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണം ആരാന്നറിയോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ജുഗുറു, LX2, മോബി, ഇവരൊക്കെ ഇത് നല്ല രീതിയിൽ ചെയ്യും കേട്ടാ, മനസ്സിലായ. നമ്മളെ മംഗലശ്ശേരി ബോയ്സ് ആണല്ലോടാ ഫുൾ അല്ലേ.
കിണ്ടിയും ചെയ്യും. ജുഗ്രു ഇതിന്റെ പീക്കാണ്, സത്യം പറയല്ല. ജുഗ്രു ഇതിന്റെ പീക്കാ, അവൻ നല്ല രീതിയിൽ ചെയ്യും.